NDAക്ക് ഭരണ തുടർച്ച ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. രാഹുൽ കോൺഗ്രസിനെ നയിക്കുന്നിടത്തോളം BJPക്ക് വിജയം എളുപ്പമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. 126 അംഗ നിയമസഭയിൽ കഴിഞ്ഞ തവണ 75 സീറ്റുകൾ NDA നേടിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിൽ ജനങ്ങൾ NDAക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ഭരണ തുടർച്ച ഉറപ്പാണെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചു. വികസന ജനക്ഷേമ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചു. നിലവിൽ BJPക്ക് എതിരാളികളില്ലെന്നും രാഹുൽ കോൺഗ്രസിനെ നയിക്കുന്നിടത്തോളം BJPക്ക് വിജയം എളുപ്പമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. जब तक राहुल रहेगा तब तक बीजेपी हमेशा आराम से चुनाव जीतेगा. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും NDA ഉചിതമായ സമയത്ത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതൃയോഗം ഈ മാസം 17 ചേരും. 126 അംഗ നിയമസഭയിൽ 2021 തെരഞ്ഞെടുപ്പിൽ 75 സീറ്റുകൾ NDA നേടിയിരുന്നു. അതിൽ തന്നെ 60 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. ജനം, ഡൽഹി. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, വെരി ഗുഡ് ഈവനിങ്. അസമിൽ എന്തുകൊണ്ടാണ് NDA ഭരണ തുടർച്ച ഉറപ്പാണെന്ന് പറയുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ NDAക്ക് ഗുണകരമാകുന്നത്? ഒപ്പം ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ ആത്മധൈര്യത്തിന് പിന്നിൽ എന്താണ്? അശ്വതി, ഗുഡ് ഈവനിങ്. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന ജനക്ഷേമ പദ്ധതികൾ ഒപ്പം ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്കുകളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ BJPയുടെ ആത്മവിശ്വാസത്തിന് പിറകിൽ എന്ന് വേണം വിലയിരുത്താൻ. കാരണം നേരത്തെ പരിശോധിക്കുമ്പോൾ, രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ അസം മാത്രമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് അവിടെ യാതൊരു സംസ്ഥാനങ്ങളിലും നിലനിൽക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അധികാരം പിടിക്കാൻ പോയിട്ട് വലിയ ശക്തിയായി പോലും മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അസം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഉൾപ്പെടെയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴാണ് അസമിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി മൃഗീയ ഭൂരിപക്ഷത്തിൽ അസം NDA നിലനിർത്തുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ജനക്ഷേമ വികസന പദ്ധതികൾ കൊണ്ട് തന്നെ ജനങ്ങൾ കൂടെ നിൽക്കും എന്ന പ്രതികരണം കൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഒപ്പം കോൺഗ്രസ് നേതാവ് രാഹുലിനെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിനെ പരിഹസിക്കുക കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്തിട്ടുള്ളത്. ഏത് കാലം വരെ കോൺഗ്രസിനെ രാഹുൽ നയിക്കുന്നതോ അക്കാലം വരെ BJPക്ക് വിജയം സുഗമമായിരിക്കും, എളുപ്പമായിരിക്കും എന്ന പ്രതികരണം കൂടിയാണ് ഹിമന്ത നടത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അത് ബീഹാർ ആണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും ഹരിയാന തുടങ്ങി ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിക്കുമ്പോഴും രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെ മുന്നിൽ നിന്ന് കോൺഗ്രസിനെ നയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മികച്ച വിജയം നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എക്കാലം വരെ കോൺഗ്രസിനെ രാഹുൽ നയിക്കുന്നുവോ അക്കാലം വരെ BJPക്ക് വിജയം സുഗമമാകും എന്ന പ്രഖ്യാപനം കൂടി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുള്ളത്. അവിടെ NDAയുടെ നേതൃയോഗം അടുത്ത ദിവസം ചേരാനിരിക്കുകയാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് NDA കടക്കുന്നു. ഒപ്പം കോൺഗ്രസിന്റെ നേതൃയോഗം ഈ മാസം 17 ചേരുന്നുണ്ട്. അശ്വതി. തീർച്ചയായും ജിഷ്ണു, അത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ വിജയം എളുപ്പമെന്നാണ് ഈ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. അസമിൽ NDAക്ക് ഭരണ തുടർച്ച ഉറപ്പാണെന്ന് വിശ്വസിക്കുകയാണ് NDA.